ഇത് നമ്മുടെ ഒരു മറ്റൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് മെഷീൻ വെക്കാനായിട്ടൊരു ചെറിയ ടേബിൾ വേണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടേബിൾ. അത് തപ്പിപ്പോയതാണ്. നമ്മുടെ ഹോം സെൻറ്റർ, ഹോം ബോക്സ്, അങ്ങനെ കുറേ ഷോപ്സൊക്കെ ഒരുപോലെ എന്താ പറയുക, ഒരു ലൈനിലുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ പോയതാണ് ഞാൻ തപ്പി. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ആ സൈഡിലിരിക്കുന്ന ആ ഷെൽഫൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു. അതും പൊക്കി വീട്ടിൽ പോയാലോ എന്ന് തോന്നി. പക്ഷേ വീട്ടിൽ അത് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഏട്ടന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ പോയിൻറ്റിൽ പോയതാണ്. പക്ഷേ ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോൾ സാധാ എനിക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാനല്ലല്ലോ പോയത്. അത് കാരണം ഒത്തിരി ഡ്രസ്സ് എനിക്ക് കിട്ടി. അങ്ങനെ ഒരു 2-3 ഡ്രസ്സ് ഞാൻ പറക്കി വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഈ പുഡിങ് വെക്കാനുള്ള പ്ലേറ്റ്, അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ഈ ഡിഷസൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഞാൻ എന്നിട്ടും കൺട്രോൾ ചെയ്ത് പിടിച്ചു. കാരണം ഇതൊന്നും വാങ്ങിക്കൊണ്ട് പോയാൽ വീട്ടിൽ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ വെക്കാനായിട്ട്. അത് കാരണം ഞാൻ അതങ്ങ് ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുന്ന് കറങ്ങി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് കറങ്ങി ഇപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ഉണ്ട് അതിൻ്റെ സെയിം ബ്ലൂ കളറും ബേജ് കളറും. ബ്ലൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ. എങ്ങനെ ഞാനിത് കൺട്രോൾ ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ സങ്കടം വരികയാണ്. അയ്യോ, എനിക്കത് പൊക്കിക്കൊണ്ട് വീട്ടിൽ വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്.